Good morning, students. അടുത്ത question ഇതാണ്. For the linear programming problem LPP, the objective function is z is equal to 4x plus 3y and the feasible region determined by set of constraints is shown in the graph. Which of the following statement is true? First option, maximum value of z is at rupees at R40. Maximum value of z at Q3020. Value of z at R40 is less than the value at P040. The value of z at 3020 is less than the value at R40. നാല് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രാഫ് ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, ഈ പോയിന്റ് R എന്നുള്ള പോയിന്റ് 40, Q എന്നുള്ള പോയിന്റ് 3020, P എന്നുള്ള പോയിന്റ് 040, O എന്നുള്ളത് 00. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീച്ച്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നാല് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ കോർണർ പോയിന്റ്, ഈ നാല് കോർണർ പോയിന്റ് O, R, Q, P, നാല് കോർണർ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ കോർണർ പോയിന്റ്സില്, നാല് കോർണർ പോയിന്റ്സിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ സെറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏത് റിസൾട്ട് ആണ് കിട്ടുക. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഈ പടം ഒന്ന് ഞാൻ മാറ്റുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതാൻ പോകുന്നത്. കോർണർ പോയിന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഇവിടെ എഴുതും. നമുക്ക് കോർണർ പോയിന്റ്സിലെ വാല്യൂസ് കണ്ടുപിടിക്കാം. കോർണർ പോയിന്റ്സ് അതിലെ വാല്യൂ ഓഫ് ഇസഡിന്റെ വാല്യൂ. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു 4x plus 3y. വാല്യൂ ഓഫ് ഇസഡ് 4x plus 3y. കോർണർ പോയിന്റ്, ഫസ്റ്റ് കോർണർ പോയിന്റ് ഏതാണ്? 40 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 40 കൊടുക്കണം. അപ്പൊ 4 4 16, അപ്പൊ 160 y 0 ആണ്. അടുത്ത കോർണർ പോയിന്റ് ഏതാണ്? 3020 എന്നുള്ള കോർണർ പോയിന്റ് ആണ്. അപ്പൊ നമ്മള് എക്സിന്റെ സ്ഥാനത്ത് 30 കൊടുക്കും. 4 3 12, 3 2 6, 120 plus 60, 120 plus 60 that is equal to നമുക്ക് കിട്ടുന്ന ആൻസർ 180. അടുത്ത കോർണർ പോയിന്റ് ഏതാണ്? 040. എക്സിന് 0 കൊടുക്കുക, വൈക്ക് നമ്മൾ 40 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഇവിടെ സെറ്റിന്റെ വാല്യൂ, ഇവിടെ സെറ്റിന്റെ വാല്യൂ, ഇവിടെ സെറ്റിന്റെ വാല്യൂ 120. ഇനി കോർണർ പോയിന്റ് 0 കൊടുക്കുക. അപ്പൊ ഈ സെറ്റിന്റെ വാല്യൂ എന്താണ്? 0. അപ്പൊ ഇതില് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 3020 കിട്ടിയിരിക്കുന്ന മാക്സിമം വാല്യൂ, ഫംഗ്ഷന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 180. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. മാക്സിമം വാല്യൂ ഓഫ് z ഈസ് അറ്റ് Q3020. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ ഒരു പ്രോബ്ലം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. നമുക്ക് ഫീസിബിൾ റീജിയൻ തന്നിട്ടുണ്ട്. ഈ ഫീസിബിൾ റീജിയനിലെ 4 കോർണർ പോയിന്റ്സിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വാല്യൂ കണ്ടുപിടിക്കാം. z ഈസ് ഈക്വൽ ടു 4x plus 3y ആണ്. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ 4 കോർണർ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ ഏതാണ്? 3020 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 180 ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടോ നോക്കാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മാക്സിമം വാല്യൂ ഓഫ് z ഈസ് അറ്റ് 3020. ഇത് കറക്റ്റ് ആണ്. അപ്പോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവരും ഒന്ന് വരച്ചെടുത്തു കേട്ടോ. ഫസ്റ്റ് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടേബിൾ ഫോം ചെയ്യാം. ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ കോർണർ പോയിന്റ്, സെക്കൻഡ് കോളത്തിൽ വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈസ് ഈക്വൽ ടു 4x plus 3y. ആദ്യം എക്സിനും വൈക്കും 40 കൊടുക്കുക, രണ്ടാമത് 3020 കൊടുക്കുക, മൂന്നാമത് 040 കൊടുക്കുക, നാലാമത് 00 കൊടുക്കുക. 40 കൊടുക്കുമ്പോൾ 160 കിട്ടും, 3020 കൊടുക്കുമ്പോൾ 180 കിട്ടും, 040 കൊടുക്കുമ്പോൾ 120 കിട്ടും. മാക്സിമം വാല്യൂ കിട്ടുന്ന എവിടെയാണ്? 3020ലാണ്, 180. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബി ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് കറക്റ്റ് ആയിട്ട്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. Question number 10. Question number 10. Question number 10 എന്താണ്? If modulus of vector A is equal to 3, modulus of vector B is equal to 4, and modulus of vector A plus vector B, vector A plus vector B is equal to 5. Then കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Then modulus of vector A minus vector B കണ്ടുപിടിക്കും. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി. ഇത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. വി ഹാവ് one formula. We have modulus of vector A plus vector B whole square plus vector A minus vector B whole square is equal to, a formula എന്താണ്? 2 into, നമ്മൾ ഇതിന്റെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. vector A 2 into modulus of vector A whole square plus modulus of vector B. ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോർമുല 2 into modulus of vector A square plus modulus of vector B whole square. അപ്പോൾ ഈ ഫോർമുലയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഈ ഫോർമുലയിൽ modulus of vector A നമുക്ക് തന്നിട്ടുണ്ട്, modulus of vector B നമുക്ക് തന്നിട്ടുണ്ട്, modulus of vector A plus B നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? modulus of vector A minus B. അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഇതിന്റെ 3 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം മാത്രം കണ്ടുപിടിച്ചാൽ മതി. മോഡുലസ് A plus B ഹോൾ സ്ക്വയർ എന്താണ്? 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 25. ഇത് നമുക്ക് തന്നിട്ടില്ല, ഇത് അങ്ങനെ തന്നെ ഇടാം. ഈസ് ഈക്വൽ ടു 2 into മോഡുലസ് ഓഫ് A എത്രയാണ്? 3 ആണ്. 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9. മോഡുലസ് ഓഫ് B 4 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 16 into 9, 16 plus 9 25, 25 2 50. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A minus B the whole square കണ്ടുപിടിക്കണം. അപ്പൊ 50 minus 25 that is equal to 25. അപ്പോൾ മോഡുലസ് ഓഫ് A minus B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് എടുക്കുമ്പോൾ 5 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെക്ടർ ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് വെക്ടർ A പ്ലസ് വെക്ടർ B ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ A മൈനസ് വെക്ടർ B ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബ്രാക്കറ്റിലെ മോഡുലസ് ഓഫ് A സ്ക്വയർ മോഡുലസ് ഓഫ് വെക്ടർ A സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ B സ്ക്വയർ. ആ ഫോർമുലയിലെ 3 സംഭവങ്ങൾ, അതായത് മോഡുലസ് ഓഫ് വെക്ടർ A പ്ലസ് B നമുക്ക് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ A നമുക്ക് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ B നമുക്ക് തന്നിട്ടുണ്ട്. ഏത് കണ്ടുപിടിച്ചാൽ മതി? മോഡുലസ് ഓഫ് വെക്ടർ A മൈനസ് B കണ്ടുപിടിച്ചാൽ മതി. വെറുതെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മോഡുലസ് ഓഫ് വെക്ടർ A മൈനസ് B ഹോൾ സ്ക്വയർ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 50 മൈനസ് 25 25 കിട്ടും. 25 റൂട്ട് എടുക്കുമ്പോൾ 5 വരും. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ. അപ്പൊ ഈ ഒരു ഫോർമുലയാണ് ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് ആൻസറിലേക്ക് നയിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുന്നത് വെക്ടർ ആൾജിബ്രയിലെ ഒരു ഫോർമുലയാണ്, വെരി ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. മോഡുലസ് ഓഫ് വെക്ടർ A പ്ലസ് B ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ A മൈനസ് B ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബ്രാക്കറ്റിൽ എന്താണ്? മോഡുലസ് ഓഫ് A സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ്